അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുസ്ലിം പെൺകുട്ടികൾ മറ്റു മതസ്ഥരുമായി പോകുന്നു എന്നുള്ള പല ഇമേജസും വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നെ അറിയാത്തവർക്കായി, ഞാൻ സയ്യിദ് ഇബ്നു ജോർജ്. ഞാൻ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിൽ സ്വീകരിച്ച ആളാണ്. ഞാൻ ബാംഗ്ലൂരിലാണ്. ഒരുപക്ഷെ ജനിച്ച് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച് അവരുടെ സ്നേഹം കിട്ടി, അവരിൽ നിന്നുള്ള ലാളന കിട്ടി ജീവിച്ചവർക്ക് ഒരുപക്ഷെ മാതാപിതാക്കളുടെ ആ സ്നേഹം എന്താണ്, ആ കിട്ടിയ സ്നേഹം എന്താണ്, ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മുസ്ലിം മാതാവോ ഒരു മുസ്ലിം പിതാവോ ഇല്ല. പക്ഷെ എന്റെ ഹൃദയം ഓരോ നിമിഷവും അവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാവ് മരിച്ചുപോയി, പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അവര് ഓസ്ട്രേലിയയിലാണ്. എന്റെ ബ്രദേഴ്സ് എല്ലാം ഓസ്ട്രേലിയയിലാണ്. അപ്പോ അവർക്ക് ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ റബ്ബേ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? എനിക്ക് ജീവിതം തന്നെ എന്നെ വളർത്തി എന്നെ ഇത്ര വലുതാക്കി എന്റെ മാതാപിതാക്കൾക്ക് ഹിദായത്ത് കിട്ടിയില്ല എങ്കിൽ എനിക്ക് ഖിയാമത്ത് നാളിൽ വളരെ വേദന ഉണ്ടാവും. എനിക്കൊരു റംസാൻ മാസത്തില് എനിക്കൊരു നോമ്പ് തുറക്കാനോ അല്ലെങ്കിൽ ഒരു രാവിലെ ഫുഡ് അത്താഴത്തിനായിട്ട് ഇതായിട്ട് എനിക്കൊരു വിളമ്പിത്തരാനോ എനിക്കൊരു മാതാപിതാക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് വീട്ടിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആലിംഗനം ചെയ്ത് എന്റെ ഉപ്പ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപ്പ ഉണ്ടായിട്ടില്ല, എനിക്കൊരു ഉമ്മ ഉണ്ടായിട്ടില്ല. എനിക്ക് വേദനയില്ല, കാരണം റബ്ബ് എന്നോട് ചെയ്തത് അതിനേക്കാളും വലിയ കാരുണ്യമാണ്. ഞാൻ അമുസ്ലിം മാതാപിതാക്കൾ ജനിച്ചുവെങ്കിലും അള്ളാഹു എന്നെയെങ്കിലും രക്ഷിക്കാൻ എനിക്ക് അള്ളാഹു ഹിദായത്ത് തന്നല്ലോ എന്ന് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് റബ്ബിനോട് വളരെ നന്ദിയുണ്ട്. ആ റബ്ബിന്റെ കാരുണ്യത്തിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരുപക്ഷെ സഹോദരിമാരെ, നിങ്ങൾ അറിയില്ല, ഒരു അന്യമതസ്ഥൻ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കില്ല, കഴിയില്ല. അയാളുടെ അവരുടെ ഹൃദയം മുഴുവൻ വെറുപ്പായിരിക്കും. ഞാൻ അമുസ്ലിം ആയിരുന്നാണ്, എനിക്ക് മുസ്ലിങ്ങളെ വെറുപ്പായിരുന്നു. ഇസ്ലാം കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ മുസ്ലിങ്ങളെ മനസ്സിലാക്കിയത്. എനിക്ക് മുസ്ലിം എന്നുള്ള ആ മുസ്ലിമിൽ ഞാൻ ഓടിയാകുന്നിട്ടുണ്ട്. അത് ഖുറാൻ തന്നെ പറയുന്നുണ്ട്. അത് ഖുറാനിൽ എത്രയോ വാചകങ്ങൾ പറയുന്നുണ്ട് ഖുറാനിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തിയ, വെയിലും കൊണ്ട് മഴയിൽ നടന്ന് പൈസ ഉണ്ടാക്കി വളർത്തിയ മാതാപിതാക്കളെ വിട്ടിട്ട് അവരുടെ വേദന നമ്മൾ ഒരിക്കലും അറിയും, നമുക്ക് കുട്ടി ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അത് ചെയ്യുമ്പോൾ. എന്റെ മാതാപിതാക്കൾ അമുസ്ലിം ആണെങ്കിൽ പോലും ഞാൻ അവരെ ഏറ്റവും അധികം സ്നേഹിച്ചു. ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവരെ മുസ്ലിം ആയിരുന്നപ്പോൾ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് എന്റെ പിതാവ് എന്റെ കൂടെ വന്നിട്ട് 15 ദിവസം താമസിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളിൽ ഏറ്റവും സൽസ്വഭാവിയും ഏറ്റവും എന്റെ ശരിയായ പുത്രൻ എന്ന് പറയുന്നത് എന്റെ മൂത്ത മകനാണെന്ന് പറഞ്ഞു. അതെന്നെ ആക്കിയത് ഇസ്ലാമാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, പക്ഷെ ഷിർക്കിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ അവരെ അനുസരിക്കരുതെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിൽ സൂറ 3:118, സൂറ 3:118, പിന്നെ സൂറ 4:139, സൂറ 4:144. അതുപോലെ തന്നെ മുസ്ലിം സഹോദരിമാരെ ഏറ്റവും അധികം അർത്ഥം അറിഞ്ഞ് വായിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 60.
ചാപ്റ്റർ 60 മുംതഹിന. സഹോദരിമാരെ, ഇത് വെറും ഫ്രണ്ട്ഷിപ്പും ഇതൊന്നല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിലൊക്കെ പറയുന്നുണ്ട്, ഈ ഞാൻ പറഞ്ഞ സൂറ 144 പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ മാത്രം നിങ്ങൾ സുഹൃത്തുക്കളെ എടുക്കുക. സത്യവിശ്വാസികളെ മാത്രം നിങ്ങൾ സുഹൃത്തുക്കളെ എടുക്കുക. നമ്മൾ അമുസ്ലിങ്ങൾ നമ്മുടെ ജോലി അവർക്ക് സഹായം ചെയ്യുക, അവർക്ക് എന്തെങ്കിലും അവർക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുക, അവരെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹായിക്കുക, അവരോട് മാനുഷികമായ രീതിയിൽ നല്ല രീതിയിൽ ഇടപെടുക, ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവരുടെ ആചാരങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പിന്തുടരാൻ നമുക്ക് അവകാശമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മതമായിരിക്കും നിങ്ങളുടെ മതമെന്ന്. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമുസ്ലിങ്ങളുടെ കൂടുതൽ ഇതായി കഴിഞ്ഞാൽ യുവർ വൺ അമംഗ് ദം, നിങ്ങൾ അവരിൽ ഒരുവനായിപ്പോയി എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ അവരുടെ ചുമതല റബ്ബ് നമ്മളെ മുസ്ലിമായി തെരഞ്ഞെടുത്തു. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അവർക്കെല്ലാം സഹായം ചെയ്യുക. പക്ഷെ മതപരമായ കാര്യങ്ങൾ നമുക്ക് അവരോട് സഹകരിക്കാനോ അല്ലെ അവരുടെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കടമെടുക്കാനോ അവരുടെ കൾച്ചർ കടമെടുക്കാനോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ സഹോദരിമാരെ, നിങ്ങൾക്കൊരു മുസ്ലിമായി ജനിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ നഷ്ടപ്പെടാതെ, സ്വത്തുകൾ നഷ്ടപ്പെടാതെ, സൊസൈറ്റി നഷ്ടപ്പെടാതെ, ബന്ധുക്കളെ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഇസ്ലാം കിട്ടി. നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക, ലോകത്ത് ലക്ഷക്കണക്കിന് സഹോദരിമാർ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. അവരെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് ഇസ്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം നഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഇസ്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടത്? ഒരു വൈകിയ വേളയിൽ നിങ്ങൾക്കെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരു അമുസ്ലിമിന്റെ കൂടെ പോകാൻ ആണോ നിങ്ങൾ അള്ളാഹു മുസ്ലിം ആക്കിയത്? ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഖുർആൻ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുക. മാതാപിതാക്കളോടായി എനിക്കൊന്ന് പറയാനുണ്ട്, നിങ്ങളെ കൊച്ചുകുട്ടികൾ വളരുമ്പോഴും നിങ്ങളുടെ ടിവിയുടെ മുന്നിൽ ആ കുട്ടി ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് മാഷാ അല്ലാഹ് നല്ല എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നാളെ ചിലപ്പോൾ ഈ കുട്ടി തന്നെ ചിലപ്പോൾ ഒരു അമുസ്ലിമിന്റെ പോയി, അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥനോടെ പോയി എന്ന് വന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ആഭാസന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ട ആളുടെ കൂടെ പോയിന്നിരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പാട്ട്, ഡാൻസ്, TV സീരിയൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബിസിയാവുമ്പോൾ ആ കുട്ടി ടിവിയിൽ എന്താണ് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? നിങ്ങൾ ഓൺ ആക്കിയിട്ട് നിങ്ങൾ തിരക്കിലായിരിക്കും, അല്ലെ നിങ്ങൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തിരക്കിലായിരിക്കും. അൽഹംദുലില്ലാ എന്റെ വീട്ടിൽ കേബിൾ ഇല്ല. എന്റെ മക്കൾക്ക് ഖുർആൻ അല്ലാതെ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും നല്ല രീതിയിൽ. ബാക്കി എല്ലാ നമ്മൾ ഹലാലായ എന്റർടൈൻമെന്റ് നമുക്ക് കൂടെ നിൽക്കും. അവർക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, ദീൻ ആൻഡ് ദുനിയ. അവരോട് നമ്മൾ പറഞ്ഞെന്താണ്, നാളെ നീ ഡോക്ടറാണ്, അതുപോലെ തന്നെ നാളെ നീ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോഴേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് ഡാൻസ് അറിയില്ല, അവർക്ക് സിനിമാ പാട്ട് അറിയില്ല. നിങ്ങളുടെ കുട്ടികളെ പാട്ടും സിനിമാ പാട്ടും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഓ നൈസ് എന്ന് പറഞ്ഞ അപ്രീഷിയേറ്റ്, നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ആ കുട്ടിയെ വഴിതെറ്റിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാട്ടും മ്യൂസിക്കും സിനിമയും ഒക്കെ ആ കുട്ടികളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തുക. ഇതൊക്കെ ഖുത്വാത്ത് ഷെയ്ത്താന്റെ ചുവടുവെപ്പുകൾ മാത്രമാണ്. നിങ്ങളെല്ലാം എന്റെ കുടുംബക്കാരാണ്. എല്ലാ മുസ്ലിങ്ങളും എന്റെ കുടുംബക്കാരാണ്. നിങ്ങൾ ഒരു മുസ്ലിമിന്റെ ജീവിതം നിങ്ങൾ നഷ്ടത്തിൽ പോകുമ്പോൾ എനിക്കൊരു വേദന ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. കാരണം നിങ്ങളെ പോലുള്ള ഒരു ഇസ്ലാം മതം കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. ഇവിടെ ഒരു കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. അവരെന്നോട് പറഞ്ഞു, ആ കുട്ടി നമുക്ക് പറഞ്ഞത്, അവർ ആദ്യകാലത്തിൽ ഫജറിന് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ എഴുന്നേറ്റിരുന്നിട്ടാണ് നിസ്കരിച്ചത്, മാതാപിതാക്കൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. റംസാൻ മാസത്തിൽ രാത്രി 2 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് രഹസ്യമായിട്ട് കഴിച്ചിട്ടാണ് നോമ്പ് നോക്കിയത്. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ആദ്യത്തെ മാസം ഞാൻ നോമ്പ് നോക്കിയത് വെറും ബ്രെഡും ജാമും കഴിച്ചിട്ടാണ്. പിന്നെ എനിക്ക് സ്റ്റൗ ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു ചെറിയ റൂമിലാണ് താമസിച്ചത്. കാരണം എനിക്കെല്ലാം പെട്ടെന്നൊരു ജീവിതത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോ ആ പ്രാസം മുഴുവൻ ഹാഫ് ഗ്ലാസ് മിൽക്കും ബ്രെഡും ജാമും കഴിച്ചിട്ടാണ് ഞാൻ നോമ്പ് നോക്കിയത്. ഒരുപക്ഷെ നിങ്ങളിതൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും എല്ലാ ഉമ്മത്തിനു വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ മരണം വരെ നമ്മൾ സത്യദീനെ ഉൾക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സഹാബികൾ ചെയ്തതുമായ അതേ ഇസ്ലാം നിലനിർത്താൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരലോകത്ത് നമ്മൾ എത്തിച്ചേരണം. അതാണ് ശാശ്വത വിജയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.